വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. മധ്യപ്രദേശിലെ ധാർ ജില്ലയിലെ ഗാന്ധവാരി നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധിയാണ് കോൺഗ്രസിന്റെ MLA ആയിട്ടുള്ള ഉമംഗ് സിംഗാർ. നിലവിൽ മധ്യപ്രദേശിലെ നിയമസഭാ പ്രതിപക്ഷ നേതാവാണ്. ഏറ്റവും ജനകീയനായ കോൺഗ്രസിലെ ഇപ്പോഴത്തെ വ്യക്തികളിൽ ഒരാളാണ് ഉമംഗ് സിംഗാർ. അദ്ദേഹം നടത്തിവരുന്ന പ്രക്ഷോഭ രീതികൾ 22% വരുന്ന ആദിവാസി വിഭാഗങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ആദിവാസി ദളിത് വിഭാഗങ്ങളിൽ നിന്നും പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നും SC/ST വോട്ടുകൾ കഴിഞ്ഞ ഏറെക്കാലമായി കോൺഗ്രസിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് BJPക്ക് അനുകൂല ഘടകമായി മാറുകയാണ്. പ്രത്യേകിച്ചും ഹിന്ദു ഭൂരിപക്ഷമുള്ള മേഖലയിലെ SC/ST മേഖലകൾ സംവരണ മണ്ഡലങ്ങളുടെ കാഴ്ച നോക്കിയാൽ അത് വലിയ തോതിൽ BJPയിലേക്ക് ഷിഫ്റ്റായി മാറുന്നുണ്ട്. നമുക്കറിയാം, ഒഡീഷയിൽ മോഹൻ ചരൺ മാഞ്ചിയാണ് മുഖ്യമന്ത്രി. അതുപോലെ തന്നെ ഛത്തീസ്ഗഡിൽ വിഷ്ണു ദേവ്സായി ഇവരൊക്കെ പിന്നോക്ക വിഭാഗത്തിൽ നിന്നും വരുന്ന വ്യക്തികളാണ്. രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു അവർ ST വിഭാഗത്തിൽ നിന്നും വരുന്നതുകൊണ്ട് തന്നെ BJP പറയുകയാണ്, ഞങ്ങൾ ട്രൈബൽ വിഭാഗങ്ങളിൽ നിന്നുള്ളവരെ പിന്തുണയ്ക്കുന്നുവെന്ന്. BJPയുടെ അജണ്ട എന്നത് ചാതുർവർണ്ണയമാണെങ്കിൽ പോലും അവർ നടത്തി വരുന്ന ഈ പുറംപോശ് അത് ജനങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. മധ്യപ്രദേശിൽ ഭരണം നഷ്ടപ്പെടാൻ കാരണമായത് കമൽനാഥിന്റെ പിടിപ്പുകേട് കൊണ്ടാണ്. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും 160 മുകളിൽ സീറ്റിലേക്ക് BJP ഉയർന്നതും കോൺഗ്രസിന്റെ ടാലി 70 നിന്നും താഴേക്ക് പോയതും ആ ഒരൊറ്റ കാരണം കൊണ്ടാണ്. അപ്പോഴും കൃത്യമായി ഉമംഗ് സിംഗാർ എന്ന നേതാവിനെ പ്രതിപക്ഷ നേതാവാക്കിയത് വഴി കൃത്യമായി മധ്യപ്രദേശിൽ ഒരു സന്ദേശം കൊടുക്കുകയാണ്, പിന്നാക്ക വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കാൻ കോൺഗ്രസിന് കഴിയും എന്നത്. ഉമംഗ് സിംഗാർ പ്രതിപക്ഷ നേതാവായതിനു ശേഷം കമൽനാഥ് നടത്തുന്ന പോലെയുള്ള നാടകീയ നീക്കങ്ങളൊന്നുമല്ല. മധ്യപ്രദേശിൽ മോഹൻ യാദവ് എന്ന മുഖ്യമന്ത്രിയുടെ ജൽപ്പനങ്ങളെയും അദ്ദേഹത്തിന്റെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെയും തുറന്നടിച്ച് കാണിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളതാണ്. മധ്യപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 29 സീറ്റും BJP തൂത്തുവാരി. കോൺഗ്രസിന് ഏറ്റവും വലിയ മുതൽക്കൂട്ടെന്ന് പറയുന്നത് അവരുടെ ടീം ലീഡർഷിപ്പിന്റെ മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി യുവ നേതൃത്വത്തിന് കഴിയുന്നു എന്നുള്ളതാണ്. ഉമംഗ് സിംഗാറിന് മികവാർന്ന രീതിയിൽ ആ പോരാട്ടവീര്യം കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും അധികാരത്തിലേക്ക്, അതല്ലെങ്കിൽ വലിയൊരു അട്ടിമറി നീക്കത്തിലേക്ക് പോകാൻ മധ്യപ്രദേശ് തയ്യാറാകും എന്നുള്ളത് ഉറപ്പാണ്.